പുതിയ പ്രഖ്യാപനവുമായി പി വി അൻവർ രംഗത്ത് വരികയാണ്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് പി വി അൻവറിന്റെ പ്രഖ്യാപനം. പാർട്ടി പ്രഖ്യാപനം അധികം വൈകില്ലെന്നും അത് മതേതര പാർട്ടിയായിരിക്കുമെന്നും അൻവർ പറയുന്നു. ഇപ്പോഴത്തെ നെക്സസിന്റെ ഭാഗമാകാത്തവർ പാർട്ടിയുടെ ഭാഗമാകുമെന്നും അൻവർ പറയുന്നു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും, പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഈ കുറച്ച് ഇവരൊക്കെ നേതാവാക്കിയാരാ? അല്ല, ജനങ്ങളല്ലേ. അപ്പൊ ആ ജനങ്ങളിൽ നിന്ന് വരും. ഇപ്പം എന്താ പറയാ, നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല. ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മോട് യോജിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും, യുവാക്കള്. 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. ആ വ്യക്തിയല്ലല്ലോ. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും, ആ ആദർശത്തെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിന്റെ ലീഡർ. അത് ചെറുതാകാം വലുതാകാം. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത്. ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല. നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതിനോടൊപ്പം നിൽക്കാവുന്ന ജനങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. അത് എന്തായാലും ഇപ്പോൾ അധികം വൈകില്ല. ഈ പറയുന്ന എല്ലാ സഖാക്കളും എനിക്ക് ബന്ധമില്ലേ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും എനിക്കിട്ട് ബന്ധമില്ലേ, ഈ 140 MLA-മാരായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധമില്ലേ. അതുപോലെ ഒരാൾ KT ജലീൽ, അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും ഉണ്ടാവും. ഈ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണെങ്കിലും ആ ഒരാളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണ്ടേ. സി വി അനുമോദുണ്ട്. അനുമോദ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ പി വി അൻവറിന്റെ നീക്കം. പക്ഷേ അദ്ദേഹത്തിന് ചില സാങ്കേതിക തടസ്സമുണ്ട്. എന്തായാലും MLA ആയി നിന്നുകൊണ്ട് പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ. പക്ഷേ അദ്ദേഹത്തോടൊപ്പമുള്ളവർക്ക് ആ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകാം, തർക്കമില്ല. അൻവറിന്റെ നീക്കം യഥാർത്ഥത്തിൽ അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? കാരണം ഈ നിലമ്പൂരിനപ്പുറമുള്ള എന്ത് സാധ്യതയാണ് അൻവർ മുന്നിൽ കാണുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ശക്തി തെളിയിക്കുമെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിനപ്പുറം, മലപ്പുറത്തിനപ്പുറം തനിക്ക് എന്ത് പിന്തുണയുണ്ടാകുമെന്നതാണ് അൻവറിന്റെ അവകാശവാദം. പി വി അൻവർ നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം കുറെ കൂടി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും, അത് സെക്യുലർ സ്വഭാവത്തിലായിരിക്കും. അതിൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഈ നെക്സസിൽ കൂട്ടുകെട്ടിൽപ്പെടാത്ത ആർക്കും ഇതിൽ പങ്കാളിയാകാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യമായിട്ട് അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അതേപോലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അത് വിളിച്ചു പറയുവാനുള്ള ആളുകൾ നിലവിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖല കേന്ദ്രീകരിച്ച് അദ്ദേഹം 60 മണ്ഡലങ്ങളിലൂടെ യാത്ര നടത്തി അവരുടെ ജനകീയ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരും, അത് അഡ്രസ്സ് ചെയ്യും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ആഴ്ച വനം വകുപ്പിനെതിരെ നടത്തിയ വിമർശനങ്ങളുടെ തുടർച്ചയായിട്ട് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് ആളുകളെ സ്വാധീനിക്കാനുള്ള കെൽപ്പുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അപ്പോൾ അത്തരം തൻ്റെ കൃത്യമായ മേഖലകൾ അദ്ദേഹം കണ്ടെത്തി ആ മേഖലകളിലേക്ക് അദ്ദേഹം കൂടുതലായിട്ട് തിരിയുന്നു. ഇപ്പോൾ പഞ്ചായത്തിൽ മത്സരിക്കുന്നൊക്കെ പറയുന്നതും അതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ എത്രത്തോളം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നൊന്നും പറയാനാകുകയില്ല. നിലവിൽ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കും എന്നത് തുറന്നു പറയുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം സജീവമാക്കുമെന്ന് പറയുന്നു. ഒപ്പം ന്യൂനപക്ഷ ക്ഷേമം, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം, അതിനെ ചെറുക്കുമെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, നിലമ്പൂരിനപ്പുറം സമാന മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെ അദ്ദേഹം കണ്ടെത്തി അവിടെ പ്രവർത്തനം കുറെ കൂടി സജീവമാക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉന്നയിച്ച ആശയങ്ങളിൽ തന്നെ പിന്തുണയ്ക്കാൻ കഴിയുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർക്കും ഇതിൽ ഒപ്പം ചേരാമെന്നുള്ളതാണ്. ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടതാണ്. എന്ന് പ്രഖ്യാപനം ഉണ്ടാകും, എങ്ങനെയായിരിക്കും, എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ്